ഇത് സെന്റൻസ് നമ്മൾ ഒരു പോസിറ്റീവ് സെന്റൻസ്, അഫർമേറ്റീവ് സെന്റൻസ് ഒക്കെ ഈ രീതിയിലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. അപ്പം ഐ ആം എ സ്റ്റുഡന്റ് ആണല്ലോ വന്നിരിക്കുന്നത്, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും അല്ലേ? നോക്കി, ഐ ആം എ സ്റ്റുഡന്റ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ആം ഇല്ലേ, ഇയാൾ ആദ്യം കൊണ്ടുവന്നാൽ ക്വസ്റ്റ്യൻ ആയി. ആം ഐ എ സ്റ്റുഡന്റ് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ഐ ആം എ സ്റ്റുഡന്റ് എന്നുള്ളതിൽ ആം അതാണ് അവിടുത്തെ വെർബ്. ഈ വെർബിന് ആദ്യം കൊണ്ടുവന്നിട്ട് ബാക്കിയെല്ലാം അതിന് ശേഷമാക്കി കഴിഞ്ഞാൽ, കാരണം ഈ ആം ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നിൽക്കുന്ന ആം രണ്ടാമത് നിൽക്കുകയാണെങ്കിൽ ശരിയായിട്ട് നിൽക്കും. ഈ ആം കയറി ആദ്യം കയറി ലൈനിൽ ആദ്യം കയറി നിന്ന് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ചോദിക്കും, നീ എന്തിനാ അവിടെ നിൽക്കുന്നത് ചോദ്യം വരും. അപ്പൊ അത് ചോദ്യമായി മാറും. ആം ആദ്യം വന്നു കഴിഞ്ഞാൽ ചോദ്യമാവും. അതുപോലെ ഈസും ആദ്യം വന്ന ചോദ്യമാവും, ആറും ആദ്യം വന്ന ചോദ്യമാവും. ആം ഐ എ സ്റ്റുഡന്റ്. ഇനി ഇവിടെ വേറെ സെന്റൻസ് പറയാം, യു ആർ എ സ്റ്റുഡന്റ് അല്ലെ? യു ആർ എ സ്റ്റുഡന്റ്. ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? യെസ്, ഹി ഈസ് എ സ്റ്റുഡന്റ്. ഇത് സെന്റൻസ് ആണ്. ഇതിനെ ക്വസ്റ്റ്യൻ ആക്കിയ വെരി ഗുഡ്. ഇറ്റ് ഈസ് വെരി നൈസ്. Is it very nice?